ഹലോ. കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ച സ്റ്റിച്ചിങ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? വീട്ടിൽ വന്ന് പാക്കറ്റും പൊട്ടിച്ച് എല്ലാം കൂടെ ദേ ഇതുപോലെ അങ്ങ് തട്ടി. ഇനി ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്ന് എടുത്തെടുത്ത് നോക്കാം. ഇതിലൊരു പേപ്പറുണ്ട്. അത് വേറൊന്നുമല്ല, എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയതാണ്. ഇതിങ്ങനെ എഴുതിക്കൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് മറക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ എഴുതിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ത്രെഡ് ഞാൻ ഇത്രയേ വാങ്ങിച്ചിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ടുള്ള കളേഴ്സാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ത്രെഡിൻ്റെ വേറെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ തീർന്നത് മാത്രം നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ത്രെഡ് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. അപ്പം ഞാൻ അതുകൊണ്ട് എടുത്തതാണ്. ഇത് വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇതിൽ എഴുതിയിരിക്കുന്നത് ഹാൻഡ് ആൻഡ് മെഷീൻ എംബ്രോയ്ഡറി എന്നാണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് വീഡിയോ ഇടുന്നതായിരിക്കും. അടുത്തത് ഡ്രസ്സിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ 2 കട്ടകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഡിസൈനിനായിരിക്കും നമ്മൾ ഈ കട്ട വെച്ച് ചെയ്യുമ്പം കിട്ടുന്നത്. ഞാനങ്ങനെ 2 എണ്ണം വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 30 രൂപയായിരുന്നു. ഞാൻ അങ്ങനെ ഈ ഒരു 2 ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു പാക്കറ്റ് ഹെയർ ക്ലിപ്പ് വാങ്ങിച്ചു. ഞാൻ സിൽവർ കളറിലാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ നീഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. സാധാ മെഷീൻ്റെതും എൻ്റെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ്റെതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് വാട്ടർ എറേസിബിൾ പെന്നാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അവർ പറഞ്ഞത് ഇത് ഡ്രസ്സിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഒരു വെള്ളത്തിൻ്റെ ഒരു മയം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകുമെന്നാണ്. എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. പിന്നെ ഞാൻ കുറച്ച് ലേസുകൾ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എനിക്ക് അത്യാവശ്യമുള്ള ലേസുകൾ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അടുത്തത് ഇൻവിസിബിൾ സിബ്ബാണ്. നമ്മൾ ഗൗണിലും ഫ്രോക്കിലും ചുരിദാറിൻ്റെ ബാക്കിലും ഒക്കെ വെക്കുന്ന ഇൻവിസിബിൾ സിബ്ബ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളേഴ്സുകളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ 2 ഇതുപോലുള്ള ബ്ലൗസ് പാഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് ക്യാൻവാസാണ് ഞാൻ വാങ്ങിച്ചത്. ഇത്തവണ ഞാൻ ക്യാൻവാസ് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് നെക്ക് പാറ്റേൺസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റിഫ് നെറ്റ് കൂടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് കൂടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തായിരുന്നു. അതിൽ നമ്മളൊരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് ഇടുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ.